ഒക്കെയും തിരികെ കോരിയിടുന്ന വിദ്യ എന്നതാണ് ഇന്നത്തെ അധ്യായത്തിന്റെ പേര്. അതെന്തൊരു ദിവസമായിരുന്നു. ടോട്ടോച്ചാന് ഏറ്റവും പ്രിയപ്പെട്ട പേഴ്സ് ടോയ്ലറ്റിൽ വീണുപോയ ദിവസം. മുൻപൊരിക്കലും അവൾ ഇത്ര കഠിനമായി അധ്വാനിച്ചിട്ടില്ല. പേഴ്സിൽ പണമൊന്നുമില്ലെങ്കിലും ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും അവളത് കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കും. അത്രയേറെ ഇഷ്ടമായിരുന്നു അവൾക്കത്. പട്ടുനൂൽ കൊണ്ട് നെയ്ത ചുവപ്പും പച്ചയും മഞ്ഞയും വരകളുള്ള അഴകുറ്റ ഒരു ചതുര പേഴ്സ്. അഗ്രത്തിലെ ത്രികോണാകൃതിയിൽ ഒരു ഫ്ലാപ്പുണ്ട്. ആ ഫ്ലാപ്പിൽ ഒരു വെള്ള പതക്കം പോലെ സ്കോട്ട്ലൻഡുകാരനായ ടെറിയർ നായയുടെ ഒരു കൊച്ചു ചിത്രം. നമ്മുടെ കൊച്ചു ടോട്ടോച്ചാന് കേൾക്കുമ്പോൾ ചിരി വരുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ടോയ്ലറ്റിൽ പോയതിനു ശേഷം അവൾ ആ കുഴിയിലേക്ക് എത്തി വലിഞ്ഞു നോക്കും. തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൾ ഇത് ചെയ്യുമായിരുന്നു, പള്ളിക്കൂടത്തിൽ പോയി തുടങ്ങുന്നതിന് മുൻപ്. അങ്ങനെയുള്ള നോട്ടത്തിലൂടെ അനേകം കൊച്ചു തൊപ്പികൾ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിലപിടിപ്പുള്ള പനമ്പുകൊണ്ട് നിർമ്മിച്ച അപൂർവമായ ഒന്നും വെള്ള തൂവാല തുന്നിച്ചേർത്ത മറ്റൊന്നും ഉൾപ്പെടെയുള്ള തൊപ്പികൾ അങ്ങനെ പോയിട്ടുണ്ട്. അക്കാലത്തെ ടോയ്ലറ്റുകൾ ഇന്നുള്ളതുപോലെ ആധുനിക രീതിയിൽ നിർമ്മിച്ചവയൊന്നും ആയിരുന്നില്ല. സ്ലാബിനടിയിൽ ഓവുകളോട് കൂടിയ വലിയൊരു കുഴി തയ്യാറാക്കുകയാണ് പതിവ്. ഈ കുഴിയിൽ തന്റെ ഹാറ്റുകൾ ഒഴുകി നടക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട്. ടോയ്ലറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എത്തിവരിഞ്ഞ് അതിലേക്ക് നോക്കരുത് ടോട്ടോ, അതൊരു വളരെ മോശം ശീലമാണ് എന്ന് അമ്മ എപ്പോഴും ടോട്ടോച്ചാന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്നാലും ആ ഒരു നോട്ടം ഒഴിവാക്കാൻ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കഴിയുമായിരുന്നില്ല. ഈ സംഭവം നടക്കുന്ന ദിവസം ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ടോട്ടോച്ചാന് ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകണമെന്ന് തോന്നി. അമ്മയുടെ വിലക്ക് അവൾ കോർക്കാൻ കഴിയും മുൻപേ തന്നെ അറിയാതെ അവൾ കുഴിയിലേക്ക് നോക്കിപ്പോയി. ആ നിമിഷം കയ്യിൽ പിടിച്ചിരുന്ന പേഴ്സിലെ പിടി ഒന്നയഞ്ഞു. അത് കയ്യിൽ നിന്ന് വഴുതി വീണു. വെള്ളം തെറിപ്പിച്ചുകൊണ്ട് പുതും എന്ന് കുഴിയിലേക്ക്. അയ്യോ എന്നൊരു അപശബ്ദം പുറപ്പെടുവിച്ച് കണ്ണും നട്ട് നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ ടോട്ടോയല്ലേ ആള്, വെറുതെ കുത്തിയിരുന്ന് കരയാൻ അവൾ കൂട്ടാക്കിയില്ല. പേഴ്സ് ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൾ നേരെ വാച്ചറുടെ ഷെഡിലേക്ക് ഓടി. തോട്ടിപ്പണിക്ക് ഉപയോഗിക്കുന്ന ഒരു കൂറ്റൻ മൺവെട്ടി അവൾ കണ്ടെത്തി. അത് പണിപ്പെട്ടാണ് കൊച്ചു ടോട്ടോ എടുത്തുകൊണ്ട് വന്നത്. തടിയിൽ പണിത ആ പിടിക്ക് തന്നെ അവളുടെ ഒരു 2 ഇരട്ടി നീളമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന ഭാവത്തിൽ മൺവെട്ടിയും തോളിലേറ്റി അവൾ സ്കൂളിന്റെ പിൻവശത്തേക്ക് നടന്നു. ഓവുചാൽ അവസാനിക്കുന്ന സ്ഥലം എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കണ്ടെത്താനായില്ല. ടോയ്ലറ്റിന്റെ പിൻമതിലിന് പുറത്തായിരിക്കും അത് എന്നൊരു ഏകദേശ ധാരണ ടോട്ടോച്ചാൻ ഉണ്ടായിരുന്നു. കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് അവൾ അത് കണ്ടെത്തിയത്. അല്പമകലെ കോൺക്രീറ്റിൽ പണിത ഒരു ചെറിയ സ്ലാബ്. കുഞ്ഞു ടോട്ടോയല്ലേ ഏറെ കഷ്ടപ്പെട്ടാണ് ആ സ്ലാബ് പൊക്കിയത്. താൻ തിരഞ്ഞ സംഭവം ഇത് തന്നെയാണ് എന്ന് അവൾക്ക് ബോധ്യമായി. പതുക്കെ തല ഉള്ളിലേക്ക് കടത്തി നോക്കി. ഉയ്യോ, ഇത് കുഹോൻ ബച്ചു കുളത്തിന്റെ അത്ര ഉണ്ടല്ലോ, അവൾ അറിയാതെ പറഞ്ഞുപോയി. നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ ടോട്ടോച്ചാൻ പണി ആരംഭിച്ചു. ആദ്യം പേഴ്സ് കണ്ടേക്കാം എന്ന ഒരു ഏകദേശ ധാരണ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മൺവെട്ടി ഉപയോഗിച്ച് അഴുക്ക് കുറേശ്ശെ കോരി മാറ്റാൻ തുടങ്ങി. 3 ടോയ്ലറ്റുകളിലെയും ഓവുകൾ ചെന്നെത്തുന്നത് ഈ ഒരു കൂറ്റൻ ടാങ്കിലേക്കാണ്. ഇരുട്ട് നിറഞ്ഞതും ആഴമേറിയതും. ടോട്ടോച്ചാന്റെ കുഞ്ഞു തല അപകടകരമാം വിധം ആ ദ്വാരത്തിനുള്ളിലായിരുന്നു. അവൾ ഉള്ളിലേക്ക് തന്നെ വീണുപോകാൻ ഒരുപക്ഷെ ഇടയുണ്ട്. കുറെ കൂടെ സുരക്ഷിതമായ സ്ഥാനത്തിരുന്ന് കോരി നോക്കുക എന്നതാണ് നല്ലതെന്നും അതേ ഒരു നിർവാഹമുള്ളൂ എന്നും ടോട്ടോച്ചാന് മനസ്സിലായി. ഉള്ളിലുള്ള പദാർത്ഥങ്ങൾ കരയ്ക്ക് നിന്ന് കോരിയെടുത്ത് അവൾ ദ്വാരത്തിന് ചുറ്റുമായി നിക്ഷേപിക്കാൻ തുടങ്ങി. ഓരോ തവണയും ടോട്ടോച്ചാൻ മൺവെട്ടിയിൽ കോരി വരുന്ന വസ്തുക്കൾ നന്നായി പരിശോധിച്ചു. പേഴ്സ് കണ്ടുപിടിക്കാൻ ഇത്രയേറെ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് കൊച്ചു ടോട്ടോ വിചാരിച്ചിട്ടേയില്ല. നേരെ ഒരുപാടായി അവൾ കോരിക്കൊണ്ടിരുന്നു. പേഴ്സ് എവിടെ? പേഴ്സ് പോയിട്ട് അതിന്റെ പൊടി പോലും കാണാനില്ല. ഒടുവിൽ മണി മുഴങ്ങി. ക്ലാസ് ആരംഭിക്കാൻ സമയമായി. ഇനി എന്ത് ചെയ്യും? ടോട്ടോച്ചാൻ ഒരെത്തും പിടിയും കിട്ടിയില്ല. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് ഒന്നുകൂടി ശ്രമിക്കുക തന്നെ അവൾ തീരുമാനിച്ചു. പൂർവാധികം വാശിയോടെ അവൾ തിരച്ചിൽ തുടർന്നു. ഇതിനിടെ മാസ്റ്റർ അതുവഴി വന്നു. അപ്പോഴേക്കും കുഴിക്കരികിൽ അഴുക്കിന്റെ ഒരു കൂമ്പാരം രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു.
ടോട്ടോ, നീ എന്താ ചെയ്യണേ? മാസ്റ്റർ ചോദിച്ചു. അതേ, എന്റെ പേഴ്സ് ടോയ്ലറ്റിൽ വീണു, അത് തിരയുകയാ. കോരുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ പറഞ്ഞു. ഓ, നടക്കട്ടെ. തന്റെ പതിവ് ശൈലിയിൽ കൈകൾ പിന്നിൽ കെട്ടി അദ്ദേഹം നടന്നകന്നു. നേരം കടന്നു പോയിക്കൊണ്ടിരുന്നു. അവൾക്ക് ഇതുവരെയും പേഴ്സ് കണ്ടുപിടിക്കാനായില്ല. കൂനയുടെ ഉയരം കൂടിക്കൂടി വന്നു, ഗന്ധവും. മാസ്റ്റർ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് അതുവഴി വന്നു. ടോട്ടോ, കിട്ടിയോ? അദ്ദേഹം ചോദിച്ചു. ഇല്ല. കൂനകൾക്കിടയിൽ നിന്ന് ടോട്ടോച്ചാൻ കഴുത്തുയർത്തി. അവളുടെ മുഖം വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. കവിളുകൾ ചുവന്നു തുടുത്തിരുന്നു. അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്ന് കുസൃതി നിറഞ്ഞ സൗഹൃദഭാവത്തിൽ കൊബയാഷി മാസ്റ്റർ പറഞ്ഞു. തെരഞ്ഞു കഴിഞ്ഞാല് ഒക്കെ തിരികെ കോരി കുഴിയിലിടണം. ചെയ്യുമല്ലോ അല്ലേ? ഇടൂലേ? ചോദിച്ചതിന് ശേഷം അദ്ദേഹം പഴയ മട്ടിൽ നടന്നു പറഞ്ഞു. ഉവ്വ്, ഇടാലോ. കോരലും തിരച്ചിലും തുടർന്നുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ഉത്സാഹപൂർവ്വം ടോട്ടോ മറുപടി പറഞ്ഞു. അഴുക്ക് കൂമ്പാരത്തിൽ കണ്ണൊന്ന് തടഞ്ഞപ്പോൾ അവൾക്കൊരു നിമിഷം സംശയം ഉദിച്ചു. കട്ടിയുള്ളതെല്ലാം തിരിച്ചിടാം, പക്ഷേ ദ്രാവക രൂപത്തിലുള്ള അഴുക്ക് എന്ത് ചെയ്യും? ദ്രവരൂപത്തിലുള്ള അവശിഷ്ടങ്ങൾ മണ്ണിലേക്ക് ഒലിച്ചിറങ്ങി കഴിഞ്ഞിരുന്നു. ഒക്കെയും തിരികെ നിക്ഷേപിക്കാം എന്ന് ഇത് നോക്കാതെ മാസ്റ്റർക്ക് വാക്കു കൊടുക്കുകയും ചെയ്യും. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൾ പണി നിർത്തി താഴ്ന്നു പോയ ജലം തിരികെ കുഴിയിലേക്കാക്കുന്നതിനെ കുറിച്ച് ഗാഠമായി ആലോചിച്ചു. വെള്ളം ഒലിച്ചിറങ്ങിയ ഭാഗത്തെ മണ്ണടക്കം കുഴിയിലേക്കിടാം, ഒടുവിൽ അവൾ തീരുമാനിച്ചു. അപ്പോഴേക്കും ടാങ്ക് മിക്കവാറും ശൂന്യമായി കഴിഞ്ഞു. കൂനയാകട്ടെ കൊച്ചു ടോട്ടോയെ കാണാൻ ആകാത്ത വിധം ശരിക്കും ഒരു പർവ്വതം പോലെയായി. അവശിഷ്ടങ്ങൾക്കിടയിലോ ടാങ്കിലോ പേഴ്സിന്റെ നേരിയ സൂചന പോലും കിട്ടിയില്ല. അത് വീണ്ടെടുക്കാനാവാത്ത വിധം എവിടെയെങ്കിലും കുരുങ്ങിക്കിടക്കുകയായിരിക്കണം. പക്ഷെ ടോട്ടോച്ചാന് കുണ്ഠിതമൊന്നും തോന്നിയില്ല. അവൾ എന്തിനു ദുഃഖിക്കണം? തന്നെ കൊണ്ടാവാവുന്നത് പോലെ അവൾക്കറിയാവുന്ന രീതിയിലൊക്കെ അവൾ ശ്രമിച്ചു. മാസ്റ്റർ ആണെങ്കിൽ അവളെ ശകാരിക്കുകയോ സഹായിക്കുകയോ ചെയ്യാതിരുന്നത് കൊണ്ട് അവൾക്ക് താൻ ചെയ്തത് ശരിയാണ് എന്ന് തന്നെ തോന്നി. ആ തോന്നൽ അവളെ സംതൃപ്തയാക്കി. പക്ഷെ ഇതൊക്കെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ തീരെ ചെറിയ കുട്ടിയായ ടോട്ടോച്ചാന് അന്ന് കഴിയുമായിരുന്നില്ല. സാധാരണഗതിയിൽ മുതിർന്നവരാരെങ്കിലും ആണെങ്കിൽ കൊച്ചു ടോട്ടോയെ ഇത്തരം ഒരവസ്ഥയിൽ കാണുകയാണെങ്കിൽ എങ്ങനെയാവും പ്രതികരിക്കുക? നിങ്ങളാണെങ്കിൽ എങ്ങനെയാവും പ്രതികരിക്കുക? എന്തൊരു തലതിരിഞ്ഞ പണിയാ നീ കാട്ടണേ? കുട്ടി എന്തായി ചെയ്യുന്നത്? കുട്ടിയുടെ വിചാരം എന്താ? നിർത്ത് ടോട്ടോ, അപകടം പിടിച്ച ഈ ജോലി ചെയ്യണ്ട എന്നൊക്കെയല്ലേ പറയുക. ചിലപ്പോൾ ചിലർ അവളെ സഹായിക്കാനായി മുന്നോട്ട് വന്നെന്നിരിക്കും. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. തിരച്ചില് കഴിഞ്ഞാലേ ഒക്കെ തിരിച്ചു കുഴിയിലേക്ക് കോരിയിടണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നടന്നകന്ന കൊബയാഷി മാസ്റ്റർ. അതായിരുന്നു അദ്ദേഹം. എത്ര നല്ല ഹെഡ് മാസ്റ്റർ! ടോട്ടോച്ചാനിൽ നിന്ന് സംഭവം കേട്ടറിഞ്ഞ അമ്മ അതിശയിച്ചു പോയി. ഇതൊരു വിശേഷപ്പെട്ട മാസ്റ്റർ തന്നെ, ഇങ്ങനെ മറ്റൊരാളെ കാണാൻ കിട്ടില്ല. അവർക്ക് അത്രയേ പറയാനായുള്ളൂ. ടോയ്ലറ്റിലേക്ക് നോക്കാനുള്ള ടോട്ടോച്ചാന്റെ ജിജ്ഞാസ ഇതിനോടകം പൂർണ്ണമായും ശമിച്ചു കഴിഞ്ഞിരുന്നു. അത് അവിടെ അവസാനിച്ചു. തനിക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരാളായി മാസ്റ്ററെ അവൾ കണ്ടു. അദ്ദേഹത്തോട് അവൾക്ക് മുമ്പന്നത്തേക്കാൾ ഇഷ്ടം തോന്നി. ടോട്ടോച്ചാൻ വാക്കുപാലിച്ചു. അവളെല്ലാം തിരികെ ടാങ്കിനുള്ളിലാക്കി. തിരികെ കോരുന്നത് ഒരു ഭയങ്കര ജോലി തന്നെയായിരുന്നു. പക്ഷെ വേഗം കഴിഞ്ഞു. ചുറ്റുപാടുമുള്ള മണ്ണടക്കം എല്ലാം കോരി അവൾ ടാങ്കിനുള്ളിലാക്കി. വെള്ളം ഊറിയിറങ്ങുന്ന ഭാഗത്തെ മണ്ണുകൂടെ അവൾ ഉള്ളിലേക്കാക്കി. സ്ലാബ് യഥാസ്ഥാനത്ത് വെച്ച് മൺവെട്ടിയും തിരികെ വാച്ച്മാന്റെ ഷെഡിനകത്ത് കൊണ്ടുവച്ചു. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇരുട്ടിലേക്ക് വീണുപോയ തന്റെ മനോഹരമായ പേഴ്സിനെ കുറിച്ച് ആലോചിക്കാതിരിക്കാൻ അവൾക്കായില്ല. പക്ഷെ പകൽ മുഴുവൻ നീണ്ടു നിന്ന കടുത്ത പണി അവളെ പരീക്ഷണയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അധിക സമയം ദുഃഖിച്ചു കിടക്കാതെ ടോട്ടോച്ചാൻ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീണുപോയി. എപ്പോഴെന്നറിയില്ല, അവൾ തന്റെ വിയർപ്പിറ്റിറ്റു വീണ സ്കൂൾ മുറ്റം സ്വപ്നത്തിൽ കണ്ടു. അവിടെ നിലാവെളിച്ചം വീണ് തിളങ്ങുന്ന ഈറൻ മണ്ണ്. മണ്ണിന്റെ നനവുകളിൽ എവിടെയോ അവളുടെ പ്രിയപ്പെട്ട പേഴ്സ് വിശ്രമിക്കുന്നു. വളരെ വിചിത്രം എന്ന് കേൾക്കുന്ന നമുക്ക് തോന്നുന്ന തരത്തിലാണ് കൊബയാഷി മാസ്റ്റർ ഓരോ കുട്ടികളുമായും ഇടപെട്ടുകൊണ്ടിരുന്നിരുന്നത്.